ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് നമുക്ക് നോക്കാം. എ സീരീസ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ആൻ ഇക്കോളജിക്കൽ കമ്മ്യൂണിറ്റി ഓവർ ടൈം. അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിൽ ഒരു ഇക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കുന്ന ഒരു സീരീസ് ഓഫ് ചേഞ്ചസിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഏതൊരു കമ്മ്യൂണിറ്റിയുടെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിൻ്റെ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചറിൽ തന്നെ ചേഞ്ചസ് സംഭവിക്കും. ഇനി ഇത്തരം ചേഞ്ചസ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സച്ച് ചേഞ്ചസ് ഒക്കേഴ്സ് ബൈ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ഓർഗാനിസംസ് വിച്ച് ലിവ് ദെയർ. അതായത് അവിടെ ജീവിക്കുന്ന ഓർഗാനിസംസിൻ്റെ റിയാക്ഷൻ ആൻഡ് കോ ആക്ഷൻ വഴിയാവാം ഇത്തരം ചേഞ്ചസ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഫിസിയോഗ്രഫിക്കൽ ചേഞ്ചസ്, പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസ് ആൻഡ് എവല്യൂഷണറി ഫോഴ്സസ്. Ecological succession is also known as community succession or biotic succession or ecosystem development. ഇനി ഇക്കോളജിക്കൽ സക്സഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ ദ ബയോമാസ് ഓർ ഓർഗാനിക് കണ്ടൻറ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി. പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഓർഗാനിക് കണ്ടൻറ്റിലുള്ള പ്രോഗ്രസീവ് ഇൻക്രീസ്, പടിപ്പടിയായിട്ട് അതിൽ വരുന്ന വർധനവ്. ഇനി സ്റ്റഡി ഇൻക്രീസ് ഇൻ ന്യൂട്രിയൻ കൺസർവേഷൻ ആൻഡ് ഡിക്രീസ് ഇൻ ന്യൂട്രിയൻ ലോസ്. ന്യൂട്രിയൻ ലോസ് വളരെ കുറവായിരിക്കും, ന്യൂട്രിയൻ കൺസർവേഷൻ അത് കൂടുതലായിരിക്കും. ഇനി പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ഓഫ് സ്പീഷീസിനെ നമുക്കവിടെ കാണാൻ പറ്റും. പലതരത്തിലുള്ള പക്ഷി മൃഗാദികൾ, ചെടികൾ, മരങ്ങൾ, പലതരത്തിലുള്ള സ്പീഷീസിനെ നമുക്കവിടെ കാണാൻ പറ്റും. Community becomes more heterogeneous and its food chains and food webs become more and more complex. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ വർധനവ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിറ്റി കൂടുതൽ ഹെട്രോജീനസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് ചെയിനിലും ഫുഡ് വെബും എന്താവും, അത് കൂടുതൽ കോംപ്ലക്സ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് പയനിയർ സ്പീഷീസ് എന്ന് നമുക്ക് നോക്കാം. ദ സ്പീഷീസ് വിച്ച് സ്റ്റാർട്ട് ദിസ് സക്സഷൻ തുടങ്ങി വെക്കുന്നത് ആരാണോ, ഏത് സ്പീഷീസാണോ അവരെയാണ് നമ്മൾ പയനിയർ സ്പീഷീസ് അഥവാ പയനിയർ കമ്മ്യൂണിറ്റി, പ്രൈമറി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രൈമറി കോളനൈസർ എന്ന് പറയുന്നത്. ആൻഡ് ദ സ്പീഷീസ് വിച്ച് റിമൈൻ അറ്റ് ദ എൻഡ് ഓഫ് ദ സക്സഷൻ, അവരെയാണ് നമ്മൾ ക്ലൈമാക്സ് സ്പീഷീസ് അല്ലെങ്കിൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. That is, it got adapted in such a manner that it's not going to change because of the changes brought about by the organisms living there. അവിടെ ജീവിക്കുന്ന ഓർഗാനിസംസ് അവയുടെ റിയാക്ഷൻ കോആക്ഷൻ വഴി അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടാകുന്ന യാതൊരു ചേഞ്ചസും ഇവരെ അഫക്റ്റ് ചെയ്യില്ല. ആര്? ഈ ക്ലൈമാക്സ് സ്പീഷീസ് അഥവാ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയെ അഫക്റ്റ് ചെയ്യില്ല. ദേ ഗോട്ട് അഡാപ്റ്റഡ് ടു ദാറ്റ് എൻവയൺമെൻറ്റ് ഇൻ സച്ച് എ മാനർ ദാറ്റ് none of the changes is gonna affect them. Between the pioneer and climax community, there are so many communities that get replaced. അതായത് പയനിയർ കമ്മ്യൂണിറ്റിക്കും ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിക്കും ഇടയിൽ ഒത്തിരി ഇൻ്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റീസ് റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. അവയുടെ പേരാണ് സീറൽ കമ്മ്യൂണിറ്റീസ്. അതിനെ നമ്മൾ സിയർ എന്ന് പറയും. ഈ സീറൽ കമ്മ്യൂണിറ്റീസിനെ നമുക്ക് പ്രീ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് കമ്മ്യൂണിറ്റീസ് എന്നും പറയാം. പയനിയർ സ്പീഷീസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ എൻഡ്യൂറൻസ് ആൻഡ് ഗ്രേറ്റ് അഡാപ്റ്റബിലിറ്റി ടു സർവൈവ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് ലോ ന്യൂട്രിയൻ ലെവൽസ്, സ്മോൾ സൈസ് ആൻഡ് സ്ലോ ഗ്രോത്ത് ടു കോപ്പ് അപ്പ് വിത്ത് ലോ ന്യൂട്രിയൻ ലെവൽസ്. പയനിയർ കമ്മ്യൂണിറ്റീസിലായിക്കോട്ടെ അല്ലെങ്കിൽ സീറൽ കമ്മ്യൂണിറ്റീസിലായിക്കോട്ടെ, വി ക്യാൻ സീ ദാറ്റ് one or more species become more prominent and successful than the others. അപ്പോൾ അത്തരം സ്പീഷീസിനെയാണ് നമ്മൾ ഡോമിനൻറ്റ് സ്പീഷീസ് അഥവാ കമ്മ്യൂണിറ്റി ഡോമിനൻസ് ഓർ ഇക്കോളജിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്നത്. അടുത്തത് കൈൻഡ്സ് ഓഫ് സക്സഷനാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്രൈമറി ആൻഡ് സെക്കൻഡറി സക്സഷൻ. ഇതിൽ പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞാൽ if the succession starts in an area where there was no life form, no organic matter, no soil, അപ്പോൾ അങ്ങനെ ഒരു അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ആണ് സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ യാതൊരു വിധത്തിലുള്ള ലൈഫ് ഫോംസും മുൻപ് അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല, ഒരു തരത്തിലുള്ള ഓർഗാനിക് മാറ്ററും അവിടെ ഇല്ല.
മണ്ണ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒന്നും അംശം ഇല്ലാത്ത ഒരു ഏരിയയിലാണ് സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നമുക്കതിനെ പ്രൈമറി സക്സഷൻ എന്ന് പറയാം. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് എ വെരി ലോങ് ടൈം. 1000 മുതൽ 2000 വർഷങ്ങൾ വരെ എടുക്കാം. ആൻഡ് ഇഫ് ദ സക്സഷൻ സ്റ്റാർട്ട്സ് ഇൻ ആൻ ഏരിയ വെയർ ദർ വാസ് ലൈഫ് ബിക്കോസ് ഓഫ് സം നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അങ്ങനെ എന്തെങ്കിലും കൊണ്ട് എവറിത്തിങ് ഡിസപ്പിയർഡ്. ഒരിക്കൽ അവിടെ ജീവൻ്റെ അംശം ഉണ്ടായിരുന്നു, പിന്നീട് എന്തൊക്കെയോ ഒന്നുകിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എല്ലാം നശിച്ചു പോയി. അപ്പോൾ അവിടെയാണ് സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ഒരു ഏരിയയിലാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് സെക്കൻഡറി സക്സഷൻ. സോ വൺസ് ലൈഫ് എക്സിസ്റ്റഡ് ഇൻ ദാറ്റ് ഏരിയ, അതിനാൽ തന്നെ ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് ഷോർട്ടർ ടൈം വെൻ കമ്പയർഡ് ടു പ്രൈമറി സക്സഷൻ. ഇത് 200 മുതൽ 300 വർഷങ്ങൾ വരെയൊക്കെ എടുക്കാം. ഇനി പ്രൈമറി സക്സഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒരു വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ച് തിളച്ച ലാവ പുറത്തേക്ക് വന്നു, പിന്നെ അത് കൂൾ ഡൗൺ ചെയ്തു, എന്നിട്ട് അവിടെ അതൊരു സർഫസ് ഫോം ചെയ്തല്ലോ. അപ്പോൾ ആ സർഫസിലാണ് സക്സഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കോൾഡ് ലാവയിൽ അതിൽ മണ്ണിൻ്റെ യാതൊരു അംശവും ഇല്ല. മണ്ണ് ഇല്ലാത്തതിനാൽ തന്നെ ഹെൻസ് നോ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, മാത്രമല്ല ഓർഗാനിക് മാറ്ററും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സർഫസിൽ ലൈക്കൺസ് വിൽ കം ആൻഡ് എസ്റ്റാബ്ലിഷ് ഇറ്റ്സെൽഫ് ഓൺ ദാറ്റ് സർഫസ്. അപ്പോഴാദ്യം അവിടെ വരുന്നത് ക്രസ്റ്റോസ് ലൈക്കൺസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ആദ്യം ഈ ക്രസ്റ്റോസ് ലൈക്കൺസ് ആദ്യം ഇത്തരം ഒരു സർഫസിൽ വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ബിക്കോസ് ദേ ഡു നോട്ട് റിക്വയർ എനി കൈൻഡ് ഓഫ് സോയിൽ ആൻഡ് ദേ ഡു നോട്ട് ആങ്കർ ടു ദ സോയിൽ. മാത്രമല്ല ദേ ആർ ഓൾസോ കേപ്പബിൾ ഓഫ് അബ്സോർബിങ് ദ മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അവിടെ മണ്ണിൽ നിന്ന് തന്നെ അവർക്ക് മോയ്സ്ചർ അബ്സോർബ് ചെയ്യണമെന്നില്ല. അപ്പോൾ മണ്ണിൻ്റെ അംശം ഇല്ലെങ്കിലും അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും ബിക്കോസ് ദേ അബ്സോർബ് ദ മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ വെൻ ദി lichens die, they turn into organic matter and their excretory material is acidic and this acid will corrode the surface of lava. ലാവയുടെ സർഫസ് കൊറോഡ് ചെയ്യാൻ പാകത്തിനുള്ള അസിഡിക് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി മെറ്റീരിയലാണ് ലൈക്കൻസിൻ്റെത്. അപ്പോഴെന്താ സംഭവിക്കുക? ദെൻ എ ലിറ്റിൽ തിൻ ലെയർ ഓഫ് സോയിൽ ഗെറ്റ്സ് ഫോംഡ്. അപ്പോൾ ലൈക്കൻസ് ഗ്രോ ഇൻ ആൻ ഏരിയ വെർ ദർ ഇസ് നോ സോയിൽ. അപ്പോൾ ലൈക്കൻസിൻ്റെ ഡിഗ്രഡേഷൻ സംഭവിക്കുന്നതിലൂടെ എന്താ ഇപ്പോൾ അവിടെ നടക്കുന്നത്? നൗ ദേ ഹാവ് ബ്രോട്ട് അബൌട്ട് ചേഞ്ചസ് വിച്ച് ബിക്കം അൺസ്യൂട്ടബിൾ ഫോർ ദംസെൽസ് ബട്ട് മോർ സ്യൂട്ടബിൾ ഫോർ ദ നെക്സ്റ്റ് സ്പീഷീസ്. അപ്പോഴവിടെ ഒരു ചെറിയ ലെയർ ഓഫ് സോയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ലൈക്കൻസിനും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. സോ ലിറ്റിൽ സോയിൽ ഇസ് എ കണ്ടീഷൻ വിച്ച് ബ്രയോഫൈറ്റ്സ് നീഡ്. അപ്പോൾ ലൈക്കൻസ് ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ ബ്രയോഫൈറ്റ്സ്. ഇനി ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് നോക്കിയാൽ എങ്ങനെയാണ്? ദേ ക്യാൻ ഓൾസോ അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ സോയിൽ ആൻഡ് വെൻ ദേ ഡൈ ദ ഓർഗാനിക് മാറ്റർ ഗെറ്റ്സ് ആഡഡ്, മോർ ഓർഗാനിക് മാറ്റർ ഗെറ്റ്സ് ആഡഡ് ആൻഡ് ദർ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ദ സെക്രീഷൻസ് വിൽ ഓൾസോ കൊറോഡ്. അപ്പോൾ അവയുടെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസും മറ്റ് സെക്രീഷൻസ് കാരണം ഏതാണ് ഈ ലാവയുടെ സർഫസ് വീണ്ടും കൊറോഡ് ചെയ്യും. അപ്പോഴും കുറച്ചുകൂടെ തിക്കറായിട്ടുള്ള ഒരു ലെയർ ഓഫ് സോയിൽ അവിടെ ഫോം ചെയ്യും. And the conditions which are now changed is unsuitable for this bryophytes but more suitable for the pteridophytes. എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും till the climax community comes. So climax community അഥവാ climax species എന്ന് പറയുന്നത് they are capable of surviving the changes brought about by other species as well as by themselves. അടുത്തത് environmental modificationൻ്റെ ബേസിസിൽ ഓട്ടോജനിക് ആൻഡ് അലോജനിക് എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് സക്സഷനാണ് ഉള്ളത്. ഇതിൽ ഓട്ടോജനിക് സക്സഷൻ എന്ന് പറഞ്ഞാൽ അത് സെൽഫ് ഡ്രിവൺ ആണ് ആൻഡ് ദാറ്റ് ഇൻവോൾവ്സ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഓർഗാനിസംസ് ആൻഡ് ദ എൻവയൺമെൻറ്റ്. ഇനി ഒരു എക്സിസ്റ്റിംഗ് വെജിറ്റേഷൻ ദാറ്റ് മോഡിഫൈസ് ദ എൻവയൺമെൻറ്റ് ഇൻ സച്ച് എ മാനർ ഇറ്റ് പേവ്സ് ദ വേ ഫോർ ഇറ്റ്സ് ലോക്കൽ ഡിസപ്പിയറൻസ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വെജിറ്റേഷൻ തന്നെ ആ എൻവയൺമെൻറ്റ് മോഡിഫൈ ചെയ്യാൻ സഹായിക്കും. എന്നിട്ട് ദാറ്റ് ലീഡ്സ് ടു ഇറ്റ്സ് ഓൺ ലോക്കൽ ഡിസപ്പിയറൻസ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഐദർ ബൈ പ്രൊഡ്യൂസിങ് ഹ്യൂമസ് ത്രൂ ഡെത്ത് ആൻഡ് ഡീകെ അല്ലെങ്കിൽ ബൈ പ്രൊവൈഡിങ് ഷെയ്ഡ് ത്രൂ ഗ്രോത്ത്. ഇനി അടുത്തതാണ് അലോജനിക് സക്സഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഡ്രിവൺ ബൈ ചേഞ്ചസ് ഇൻ ദി എബയോട്ടിക് എൻവയൺമെൻറ്റ്
വിത്തൗട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് വെജിറ്റേഷൻ. ഓട്ടോജനിക്കിലാണെങ്കിലോ എക്സിസ്റ്റിംഗ് വെജിറ്റേഷൻ തന്നെയാണ് എൻവയൺമെൻറ്റിൽ സർട്ടൻ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ദാറ്റ് ലീഡ്സ് ടു ഇറ്റ്സ് ഓൺ ലോക്കൽ ഡിസപ്പിയറൻസ്. ഇനി അലോജനിക് സക്സഷൻ ആണെങ്കിൽ ദിസ് ഇസ് കോമൺ ഇൻ പൊല്യൂട്ടഡ് പോൺസ് ആൻഡ് ഏരിയാസ് ഓഫ് മാസീവ് സോയിൽ ഇറോഷൻ. അടുത്തത് ബേസ്ഡ് ഓൺ ഡോമിനൻറ്റ് സ്പീഷീസ് 2 ടൈപ്പ് സക്സഷൻ ഉണ്ട്, ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. ഇതിൽ ഓട്ടോട്രോഫിക് സക്സഷൻ നോക്കുകയാണെങ്കിൽ ഓട്ടോട്രോപ്സ് പ്രധാനമായിട്ടും ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഇതിൽ ഡോമിനൻറ്റ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇനി ഹെറ്ററോട്രോഫിക് സക്സഷൻ അല്ലെങ്കിൽ ഡീഗ്രഡേറ്റീവ് സക്സഷനിലാണെങ്കിൽ ഡെട്രിറ്റിവോറസ് ഹെറ്ററോട്രോപ്സ് ആണ് ഇതിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള സ്പീഷീസ്. എക്സാമ്പിൾ ബാക്ടീരിയ, ഫംഗൈ, ആനിമൽസ് ഇതൊക്കെയാണ്. അടുത്തത് റിട്രോഗ്രസീവ് സക്സഷനാണ് ആൻഡ് ദിസ് ഇസ് എ റെയർ കേസ് ഓഫ് സക്സഷൻ in which climax vegetation gets deteriorated and replaced by previous seral community. അതായത് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിക്ക് തൊട്ട് മുന്നേ ഉള്ള ഒരു സീറൽ കമ്മ്യൂണിറ്റി ഈ ക്ലൈമാക്സ് വെജിറ്റേഷനെ നശിപ്പിക്കുകയും റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ദിസ് ഇസ് ഡ്യൂ ടു ദ ഡിസ്ട്രക്റ്റീവ് ഇഫക്ട്സ് ഓഫ് ഓർഗാനിസംസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡീഗ്രഡേഷൻ ഓഫ് ഫോറസ്റ്റ് ടു ഷ്രബി ട്രാക്ട് അല്ലെങ്കിൽ ഒരു ഗ്രാസ് ലാൻഡ്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇക്കോളജിക്കൽ സക്സഷൻ അല്ലെങ്കിൽ മെക്കാനിസംസ് ഓഫ് സക്സഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് 3 ഫേസസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഇനിഷ്യേഷൻ ഫേസ്, കണ്ടിന്യൂവേഷൻ ഫേസ് ആൻഡ് ടെർമിനേഷൻ ഫേസ്. ഇതിൽ ഇനിഷ്യേഷൻ ഫേസിൽ ഏതൊക്കെ സ്റ്റെപ്സാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂഡേഷൻ, ദാറ്റ് ഇസ് ദ ഫോർമേഷൻ ഓഫ് ദ ഏരിയ വെയർ ദ സക്സഷൻ ഇസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ lava that cools down or a forest which has been destroyed because of fire. അടുത്ത സ്റ്റെപ്പാണ് ഇൻവേഷൻ, ദാറ്റ് ഈസ് ദ ലിവിങ് ഓർഗാനിസംസ് ഹാസ് ടു ഇൻവേഡ് ദിസ് ഏരിയ, റൈറ്റ്? അതായത് എൻട്രി ഓഫ് പയനിയർ സ്പീഷീസ്. ഒന്നുകിൽ സീഡ്സ് അല്ലെങ്കിൽ സ്പോർസ് ആയിട്ടായിരിക്കും എൻട്രി. പയനിയർ സ്പീഷീസിൻ്റെ സീഡ്സ് അല്ലെങ്കിൽ സ്പോർസ് ആയിട്ടായിരിക്കും എൻട്രി. ആൻഡ് വൺസ് ദേ ഇൻവേഡ് ദേ സ്റ്റാർട്ട് ടു എസ്റ്റാബ്ലിഷ് ദംസെൽവ്സ് ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് ടു റീപ്രൊഡ്യൂസ്. അപ്പോൾ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഇൻവേഡിങ് സ്പീഷീസ് ഇൻ ദാറ്റ് ബെയർ ഏരിയ, അതാണ് തേർഡ് സ്റ്റെപ്പ് ആൻഡ് ദാറ്റ് ഈസ് എക്കസിസ്. ആ സ്റ്റെപ്പിൻ്റെ പേരാണ് എക്കസിസ് എന്നുള്ളത്. ഇനി ഫോർത്ത് സ്റ്റെപ്പാണ് അഗ്രിഗേഷൻ. അതായത് വൺസ് ദേ ഹാവ് ഇൻവേഡഡ് ദേ എസ്റ്റാബ്ലിഷ് ഇൻ ദാറ്റ് ഏരിയ ആൻഡ് നൗ ദേ വിൽ സ്റ്റാർട്ട് ടു മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ദേ വിൽ സ്റ്റാർട്ട് ടു റീപ്രൊഡ്യൂസ്. ആ സ്റ്റെപ്പാണ് അഗ്രിഗേഷൻ. ദാറ്റ് ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് അതായത് ഫിഫ്ത്ത് സ്റ്റെപ്പാണ് റിയാക്ഷൻ. ദാറ്റ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ദ എൻവയൺമെൻറ്റ് ബൈ ദ ഇൻറ്ററാക്ഷൻസ് ഓഫ് ദി ഓർഗാനിസംസ്. അപ്പോൾ ന്യൂഡേഷൻ തൊട്ട് റിയാക്ഷൻ വരെയുള്ളത് ഇനിസിയേഷൻ ഫേസ്. ഇനി സെക്കൻഡ് വണ്ണാണ് കണ്ടിന്യൂവേഷൻ ഫേസ്. അതാണ് ആറാമത്തെ സ്റ്റെപ്പ്, competition. When the organisms of a particular species are living in a particular area, then there is competition amongst the members of the same species. അതായത് അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സൂര്യപ്രകാശത്തിനും വാട്ടറിനും മറ്റ് മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസിന് വേണ്ടിയുമാണ് ഇവയ്ക്കിടയിൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് കോആക്ഷൻ, അതായത് സെവൻത്ത് സ്റ്റെപ്പ്. That is the modification of organisms by each other through competition. ഇതോടുകൂടി കണ്ടിന്യൂവേഷൻ ഫേസ് കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് ഫേസ് ആണ് ടെർമിനേഷൻ ഫേസ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെബിലൈസേഷൻ അഥവാ മെച്ചുറേഷൻ എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി.